ആൻഡമാനിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സൗത്ത് പാർട്ടിൻ്റെയാണ് കേട്ടോ നമ്മളിത് നോക്കുന്നത്. സൗത്ത് ആൻഡമാൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിലൊരു സ്പെഷ്യൽ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വടക്കാണെങ്കിലും തെക്കാണെങ്കിലും 2 ഭാഗത്തുള്ള ഈ പാർട്ടിലേക്ക് വിളിച്ചിട്ടുള്ളതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 18,000 മുതൽ ഏകദേശം 56,900 വരെ, 56,000 കൂടുതൽ വരെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. ഈ 18,000 തുടക്കത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അപ്പോൾ ഈ ഒരു എമൗണ്ട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കത്തുള്ളൂ. 10,000 ബേസിക് ആണ്, അതെന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസും ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പ്രൊമോഷനും ബാക്കിയുള്ള, അതായത് നിങ്ങളുടെ സർവീസും കാര്യങ്ങളൊക്കെ വർഷങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് സാലറി കൂടും. ആ ഒരു മെത്തേഡ് തന്നെയാണ്. സോ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫിസിക്കൽ പാസ് ആവേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 16/3/2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. 29/4/2026 വരെയാണ് കേട്ടോ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. മറ്റേ പോസ്റ്റിന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ മുൻപ് ചെയ്തതിൻ്റെ വീഡിയോ ലിങ്ക് കൂടി ഞാൻ നൽകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫീ പേയ്മെൻറ്റും പിന്നെ തെറ്റ് വന്ന തിരുത്തേണ്ട ഡേറ്റുകൾ കാര്യങ്ങൾ അതൊക്കെ പറയുന്നതാണ്. അതുപോലെ വന്നിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സദേൺ ആൻഡമാനിലേക്ക് നിരവധി പോസ്റ്റുകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 269 വേക്കൻസീസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് മസ്തൂർസ് ആണ്. അണ്ടർ സദേൺ ആൻഡമാൻ ഡിസ്ട്രിക്റ്റിലേക്കുള്ള മസ്തൂറിൻ്റെ വേക്കൻസീസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഗ്രൂപ്പ് സി നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റേഴ്സിൻ്റെ ഇവിടെയും കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയും ഒരുപാട് വേക്കൻസീസ്, 52 വേക്കൻസീസ് അവിടെയും വന്നതായിട്ട്, റൈഫിൾമാൻ ഉൾപ്പെടെയുള്ള വേക്കൻസി വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന്. നമ്മൾ ഏത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണെങ്കിൽ ആ അപേക്ഷിക്കേണ്ട ലിങ്കും അതുപോലെ തന്നെ പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തിരിക്കും. കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നിക്കൽ അപേക്ഷ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അപേക്ഷ തുടങ്ങാൻ പോകുന്ന, നമ്മൾ ഷോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളതിന് മാത്രമേ അപേക്ഷിക്കേണ്ട ലിങ്ക് കൊടുക്കാതിരിക്കാറുള്ളൂ. കാരണം ആ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ പല സ്ഥലത്തും, നിങ്ങളെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും പല സ്ഥലത്തും പോയിട്ട് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മെയിലൊക്കെ അയക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്തിട്ട് അപേക്ഷ തുടങ്ങിയതിൻ്റെ ലിങ്ക് മാത്രം താഴെ കൊടുക്കുന്നത്. സോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് 18-33 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും 18-38 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കും. എന്ന് കരുതി SC വിഭാഗത്തിന് അപേക്ഷിക്കാൻ പറ്റില്ലെന്നല്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അപേക്ഷിക്കാം, പക്ഷെ അവരെ ജനറൽ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വേക്കൻസി ഉണ്ടെങ്കിൽ SC ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ STക്ക് വേക്കൻസി ഉണ്ട്, SCക്ക് ഇല്ല. അപ്പോൾ ജനറൽ ആയിട്ടായിരിക്കും അവർ പരിഗണിക്കുക. ജനറൽ കോട്ടയിൽ മത്സരിച്ച് കയറേണ്ടി വരുമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് STക്ക് 38 വയസ്സ് വരെ അപേക്ഷിക്കാം. ഫീമെയിൽസ് ആകുമ്പോൾ 43 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. നേരെ മറിച്ച് OBCൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, എത്ര വയസ്സ് വരെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. സോ നല്ലൊരു അവസരം തന്നെയാണ്. അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മാത്രം മതി. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആപ്ലിക്കേഷൻ ഫീസാണ്. പിന്നെ ഫിസിക്കൽ സെൻറ്റർ ഇതുവരെ എവിടെ നമുക്ക് നടക്കുന്നുള്ളത് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ വെച്ച് നടക്കാനുള്ള സാധ്യതയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ റണ്ണിംഗ് ആണ് ആൺകുട്ടികൾക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് ഫിസിക്കലാണ് വരുന്നത്. 10 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ആൺകുട്ടികൾ ഓടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8 കിലോമീറ്റർ പെൺകുട്ടികളും ഓടണം. അത് നിർത്താതെ എന്ത് ചെയ്യണം? ഓടി കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യം വരുന്നവരെടുക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. ആദ്യം വരുന്ന ഒരു 100 പേരാണെങ്കിൽ 100 പേര്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതാണ്. അതും കൂടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ലോങ് ജമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റുകളുണ്ട്. വെയിറ്റ് ക്യാരിയിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരുന്നത് കാണാൻ സാധിക്കും. 30 കിലോഗ്രാം ആൺകുട്ടികളും 20 കിലോഗ്രാം പെൺകുട്ടികളും എടുത്തിട്ട് 1/2 കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ടെസ്റ്റിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപ്ലൈ ചെയ്യേണ്ട കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 29/4/2026 വരെ അപേക്ഷിക്കാം. സോ അപേക്ഷിക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെയുണ്ട്. 10ാം ക്ലാസ് മാത്രം മതി അപേക്ഷിക്കാനായിട്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ കൊടുക്കുന്നുണ്ട്. സോ വീഡിയോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും താഴെ ലഭിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്.